ഉദിച്ചുയർന്നു ജ്വാലയായി ധർമ്മവഴിയിൽ പൊരുതിടാം. പോരു പോരു കൂട്ടരെ പോർവിളി ഉയർത്തുവാൻ പോരണാങ്കണങ്ങളിൽ ധർമ്മസമര സമയമായി. ഉണരുണരൂ സഹജരെ ഉണർന്നെണീക്കു ശക്തരായി ഉദിച്ചുയർന്നു ജ്വാലയായി ധർമ്മവഴിയിൽ പൊരുതിടാം. പോരു പോരു കൂട്ടരെ പോർവിളി ഉയർത്തുവാൻ പോരണാങ്കണങ്ങളിൽ ധർമ്മസമര സമയമായി. മുത്തുനബി കോർത്തു തന്ന ധർമ്മരത്നഹാരമി മരുമണലിൽ പൂത്തുലഞ്ഞ ധർമ്മസമര മുന്നണി. ഉമർ ഹംസ ബിലാലിന്റെ ജാഫറിന്റെ കണ്ടമിൽ ഉതിർന്നു വീണ ധർമ്മഗീതമേറ്റു പാടു സഹജരെ. ഉണരുണരൂ സഹജരെ ഉണർന്നെണീക്കു ശക്തരായി ഉദിച്ചുയർന്നു ജ്വാലയായി ധർമ്മവഴിയിൽ പൊരുതിടാം. പോരു പോരു കൂട്ടരെ പോർവിളി ഉയർത്തുവാൻ പോരണാങ്കണങ്ങളിൽ ധർമ്മസമര സമയമായി. ഹരിതധവള നീലിമയെ നെഞ്ചിലേറ്റി നീങ്ങിടാം. ചുവടുറച്ചു ചുമലിലേറ്റി ധീരമായി ചരിച്ചിടാം. നാം ഒന്ന് നമ്മളൊന്ന് നമ്മുടെ SSFുകാർ ധർമ്മരക്തം സിരയിലോടും SSFിൻ മക്കൾ നാം. ഉണരുണരൂ സഹജരെ ഉണർന്നെണീക്കു ശക്തരായി ഉദിച്ചുയർന്നു ജ്വാലയായി ധർമ്മവഴിയിൽ പൊരുതിടാം. പോരു പോരു കൂട്ടരെ പോർവിളി ഉയർത്തുവാൻ പോരണാങ്കണങ്ങളിൽ ധർമ്മസമര സമയമായി. നിലങ്ങളിൽ ധീരധാർമ്മിക പ്രതിരോധം ഇടറി വീഴും യുവബോധങ്ങളിൽ നന്മ തീർക്കും നവദൗത്യം. തിന്മ വാഴും കലുഷനിലങ്ങളിൽ ധീരധാർമ്മിക പ്രതിരോധം
ഇഷ്ക് പൂക്കും സ്നേഹസന്ധ്യ വിരുന്ന് വന്നേ, ഇഷ്ടമേറെ ചൊല്ലിടാം ഞാൻ ഹബീബിൽ പൊന്നേ. മിസ്ക് വീശും പൂമദീന മനസ്സിൽ നിന്നേ, മുസ്തഫ നബി തങ്ങളിൽ ഇശൽ പാടുന്നേ. ഇഷ്ക് പൂക്കും സ്നേഹസന്ധ്യ വിരുന്ന് വന്നേ. ആശീർവാദത്തോടെ രൂപീകരിച്ച മഹത്തായ സംഘടനയാണല്ലോ SSF. അതിൻ്റെ പ്രവാസി വിങ് റിസാല സ്റ്റഡി സർക്കിൾ അൽഹംദുലില്ലാഹ് വളരെ കുറഞ്ഞ കാലം കൊണ്ട് ധാരാളം സ്തുത്യർഹമായ സേവനങ്ങൾ ചെയ്യുന്നു. ലോകത്ത് ഏതെങ്കിലും ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനം, ഒരു ധർമാധിഷ്ഠിത വിദ്യാർത്ഥി പ്രസ്ഥാനം ഒരു വാരിക ഇറക്കുന്നുവെങ്കിൽ അത് SSF മാത്രമാണ്. അതിൻ്റെ ചൂടൊപ്പിച്ച് അൽഹംദുലില്ലാഹ് നമ്മുടെ പ്രവാസി റിസാല മാസിക വളരെ ഈടുറ്റ, വളരെ കനപ്പെട്ട, പഠനാർഹമായ ലേഖനങ്ങൾ ഉൾക്കൊള്ളുന്ന പ്രവാസി റിസാല അൽഹംദുലില്ലാഹ് പ്രൊഫഷണൽ സ്റ്റുഡന്റിന് നൽകുന്ന സ്കോളർഷിപ്പ്, ഇങ്ങനെ ധാരാളം സ്തുത്യർഹമായ സേവനങ്ങളിൽ നിങ്ങളെല്ലാം ഭാഗവക്കാവലോടുകൂടെ തന്നെ ഗൾഫ് മേഖലയിൽ മറ്റാർക്കും ചെയ്യാൻ കഴിയാത്ത, നിങ്ങൾക്ക് മാത്രം അല്ലാഹു തആല കനിഞ്ഞു നൽകിയ മഹത്തായ ലീലാഫ് ഖുറൈശിൻ ഇലാഫിഹിം റിഹ്ലത ശിതാഇ വസ്വൈഫ്. ഖുറൈശ് ഖർഷിന്റെ തസ്ഗീർ തഅ്ലീമിന് വേണ്ടി ഞാൻ ആ ഭാഗങ്ങളിലേക്കൊന്നും കടക്കുന്നില്ല. ദാബത്തുൻ ഫിൽ ബഹരി തഅലു വലാ തുഅല അലൈഹി. സമുദ്രത്തിലുള്ള വലിയൊരു ജീവി, അതിനാർക്കും ആക്രമിക്കാൻ കഴിയില്ല, അത് എല്ലാറ്റിലും മേലെന്നും നിൽക്കും എന്നർത്ഥം വരുന്ന ആ പേരിൽ പ്രസിദ്ധമായ, നമ്മളൊക്കെ 2ാം വയസ്സിൽ 3ാം വയസ്സിൽ പഠിപ്പിക്കുന്നത് അല്ലെങ്കിൽ പഠിക്കുന്നത് ആദ്യമായി അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ പേര് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഉപ്പായുടെ പേര് അബ്ദുള്ള, ഉമ്മായുടെ ആമിന, അവിടുത്തെ കുടുംബം ഖുറൈശ്. ഈ കുടുംബത്തെ അല്ലാഹു തആല ഇത്ര തിരഞ്ഞെടുക്കാൻ കാരണം എന്താണ്? ലോകത്ത് മില്യൺ ഫാമിലികൾ അല്ലെങ്കിൽ ബില്യൺ ഫാമിലികൾ ഇവിടെ ലോകത്തില്ലേ? എന്തുകൊണ്ട് അല്ലാഹു തആല ഈ ഫാമിലിയെ മാത്രം തിരഞ്ഞെടുത്തു? ഈ ഫാമിലിയിൽ അല്ലാഹു തആല നുബുവത്ത്, സിയാസത്ത്, അല്ലാഹു തആല പല പവിത്രതകളും 7 പവിത്രതകൾ അല്ലാഹു സുബ്ഹാനഹു തആല ഈ കുടുംബത്തിന് നൽകി. എന്താണ് ഇതിന്റെ കാരണം? ഖുർആൻ വ്യാഖ്യാതാക്കൾ മഹാനായ ഇമാം റാസി റളിയല്ലാഹു തആല തങ്ങൾ പറയുന്നു, സിഖായത്തുൽ ഹുജ്ജാജ്, ഹാജിമാർക്ക് ഖിദ്മത്ത് എടുക്കുക. ജാഹിലിയ്യ കാലത്തെ ഹാജിമാർക്ക് ഖിദ്മത്ത് എടുക്കുക എന്നത് ഖുറൈശ് കുടുംബത്തിന്റെ ഹോബിയായിരുന്നു. ആ കാരണം കൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു തആല ആ കുടുംബത്തെ ഇത്രമാത്രം പ്രശംസിച്ചത്. അതുകൊണ്ടാണ് അല്ലാഹു തആല ആ കുടുംബത്തിന് മറ്റു കുടുംബങ്ങൾക്കൊന്നും നൽകാത്ത പവിത്രതകൾ അല്ലാഹു തആല നൽകിയത്. അതുകൊണ്ടാണ് ഒരു മുസ്ലിമായ കുഞ്ഞ് പിറന്നാൽ ആദ്യം കേൾക്കേണ്ട ഒരു കുടുംബം ഏതായിരിക്കണം? ഖുറൈശ് കുടുംബമായിരിക്കും. ആ മഹത്തായ ദൗത്യമാണ് റിസാല സ്റ്റഡി സർക്കിളിന്റെ ഹജ്ജ് വളണ്ടിയർ കോറം പ്രവർത്തകർ ഏറ്റെടുത്തിരിക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. കഴിഞ്ഞ വർഷം RSCയുടെ ബാനറിൽ ഇന്ത്യക്കാരെ സഹായിക്കുവാൻ എന്ന് എഴുതിയത് അത് വേണ്ട എന്നും ഹജ്ജാജ് എന്ന് എഴുതണമെന്നും ഞാൻ പറഞ്ഞു. അൽഹംദുലില്ലാഹ് ഈ വർഷം അത് നിങ്ങൾ യൂണിഫോം ഉണ്ടാക്കി ഹദ്ഫുന റാഹത്തുൽ ഹജ്ജാജ്, ഞങ്ങളുടെ ലക്ഷ്യം, ഹദ്ഫ് എന്ന് പറഞ്ഞാൽ ലക്ഷ്യം,
നിങ്ങളുടെ ഉദ്ദേശം റാഹത്തുൽ ഹജ്ജാജ് ഹാജിമാരുടെ സന്തോഷമാണ് എന്ന് എഴുതി പിന്നീട് ഈ സേവകന്മാർ മുഴുവനും ഇന്ത്യക്കാരാണ് എന്ന് അറിയിക്കുന്നതിന് വേണ്ടി മാത്രം അതിൻ്റെ ഇടയിൽ ഇന്ത്യ എന്ന് എഴുതിയിട്ടുമുണ്ട്. അത് എഴുതുകയും വേണം. പിന്നെ 1000 പേർ ഉണ്ടാവണമെന്ന് കഴിഞ്ഞ വർഷം പറഞ്ഞിരുന്നു. അൽഹംദുലില്ലാഹ് 1000-ലധികം വളണ്ടിയർമാർ, സന്നദ്ധ ഭടന്മാർ ഉണ്ടായി. നിങ്ങളുടെ പ്രവർത്തനത്തിന് നെഗറ്റീവായി ആരെങ്കിലും വീഴ്ചകൾ പറയുകയോ അല്ലെങ്കിൽ നിങ്ങളോട് ദേഷ്യപ്പെടുകയോ തന്നെ ചെയ്താലും നിങ്ങൾ അവരെ സ്നേഹം വെക്കുകയല്ലാതെ അവരെ പ്രിയം വെക്കുകയല്ലാതെ ഒരിക്കലും അവരോട് നിങ്ങൾക്ക് വെറുപ്പ് വരാൻ പാടില്ല. രണ്ടാമത്തത്, അൽഹംദുലില്ലാഹ് വല്ലാത്ത സേവനം തന്നെ എന്ന് പറഞ്ഞ് നിങ്ങളോട് അഭിനന്ദിക്കുകയും നിങ്ങളെ സാന്ത്വനപ്പെടുത്തുകയും സമാധാനിപ്പിക്കുകയും കേൾക്കുമ്പോൾ നിങ്ങൾ പൊന്തിപ്പോകരുത്. ഞങ്ങൾ വലിയ ആളുകൾ തന്നെയായപ്പോ ഞങ്ങൾ വല്ലാത്തൊരു സേവനാണ് ചെയ്തിട്ടുള്ളത്. 2-3 ദിവസം വെയിലുള്ളവർക്ക് ഇത് മതി, വല്ലാത്ത സേവനാണ്, ഞങ്ങൾ പോലത്തെ സേവകന്മാർ വേറെ ആരുമില്ല എന്ന് നിങ്ങളെ കൽബിൽ ഒരിക്കലും വരാൻ പാടില്ല. വന്നാൽ നമ്മുടെ അമല് മുഴുവനും പൊളിഞ്ഞു പോകും. ബഹുമാനപ്പെട്ട സ്വഹാബത്ത് യുദ്ധത്തിന് പോകുമ്പോൾ ഓരോ ഈത്തപ്പഴം വായിലിട്ട് മധുരം എത്തുകയും ഉടനെ അതെടുത്ത് മറ്റേയാളെ വായിലിട്ട് കൊടുക്കുകയും അങ്ങനെ ഒരു ഈത്തപ്പഴം 10 പേര് വരെ വായിലിട്ട് ചവച്ച് അതോടുകൂടി ഒരു ഗ്ലാസ് വെള്ളം കുടിച്ച് വയറ് നിറക്കുകയും ചെയ്തുകൊണ്ട് യുദ്ധത്തിന് പോയ ചരിത്രം ഹദീസിന്റെ കിതാബുകളിൽ ഉണ്ട്. 10 പേര് ഭക്ഷണമില്ലാത്തതുകൊണ്ട് വെറും വെള്ളം കുടിക്കാൻ അതിനൊരു രസം കിട്ടുന്നതിന് വേണ്ടി ഒരു ഈത്തപ്പഴം 10 പേർ ഉപയോഗപ്പെടുത്തി എന്ന് പറയുമ്പോൾ പ്രിയപ്പെട്ട കുട്ടികളെ, യുവാക്കളെ, എത്ര കണ്ട് സാഹസമാണത്. സാഹസം ചെയ്ത സഹാബത്തിനെ അപേക്ഷിച്ച് നിങ്ങൾ ചെയ്ത സാഹസങ്ങളോ അധ്വാനങ്ങളോ അതൊന്നും ഒരു വലിയതാണ് എന്ന് ഒരിക്കലും നിങ്ങളെ കൽബിൽ വരാൻ പാടില്ല. ഞങ്ങളെ കൽബിൽ വരണം. ഞങ്ങൾ നിങ്ങൾക്ക് ദുആ ചെയ്യുമ്പോൾ നിങ്ങൾ വലിയ സേവനം ചെയ്തു എന്ന് കണ്ട് ഞങ്ങൾ ദുആ ചെയ്യണം. നിങ്ങൾ ഒരിക്കലും അത് കാണാൻ പാടില്ല. അത് ചെറിയതായി കാണണം. ഒക്കെ കാരണം പലപ്പോഴും സംഭവിക്കുന്നതെന്ന് വെച്ചാൽ അവർ എത്തിപ്പെടേണ്ട ടെന്റുകളിൽ എത്തിപ്പെടാതെ വഴിതെറ്റി വളരെ ദൂരം യാത്ര ചെയ്ത് അവശരായി ഒരുപക്ഷെ അവരുടെ കൂട്ടുകാരെയും മറ്റ് സംഘാംഗങ്ങളെയൊക്കെ നഷ്ടപ്പെട്ട് വളരെ പരവശരായി ഒരുപക്ഷെ മാനസിക നില വരെ തെറ്റിപ്പോകുന്ന ഒരവസ്ഥ നമ്മൾ കണ്ടുവരുന്നുണ്ട്. ഈ വേളയിലെ ഒഴിവ് അത് പരമാവധി ഉപയോഗപ്പെടുത്തി ഈ ഒരു ഇങ്ങനെ കാണാതാവുന്നവരെ അവരുടെ ടെന്റിലേക്ക് മിനായിര റൂട്ട് മാപ്പ് നൽകി എത്തിക്കുകയാണെങ്കിൽ ഒരു വലിയൊരു സമൂഹത്തിന് അതുകൊണ്ട് വലിയ നേട്ടം ഉണ്ടാകുന്നുണ്ട്. അതോടൊപ്പം സംഭവിക്കുന്നത് എന്താ വെച്ചാൽ ഈ വലിയൊരു കുടുംബത്തിന് അല്ലെങ്കിൽ ഒരു വലിയൊരു സമൂഹത്തിന് ഇതുകൊണ്ട്
പിന്നെ അവരുടെ ബന്ധപ്പെട്ടവരെ അവരുടെ ടെൻഡുകളിലേക്ക് എത്തിക്കാനും അതുവഴി പിന്നെ വലിയൊരു വല്ലാത്തൊരു അവസ്ഥയിൽ നിന്ന് ഹാജിമാരെ പ്രത്യേകിച്ച് പ്രായം ചെന്നവരെ മുക്തരാക്കാൻ നമുക്ക് കഴിയുന്നുണ്ട്. അത് കണ്ടപ്പോൾ അങ്ങനെയാണ് ഇത് ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് ഒരു ദേശീയ നിലയിലേക്ക് ഇത് കൊണ്ടുവന്ന് വളരെ ആസൂത്രണത്തോടുകൂടി ഇത് തുടങ്ങാനുണ്ടായ പ്രചോദനം. ഈ ഹജ്ജിന്റെ സ്ഥലങ്ങളിൽ ഓരോ വർഷവും അവിടുത്തെ നൂതന സംവിധാനങ്ങൾ പുതുതായി വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വരും വർഷങ്ങളിൽ നമ്മൾ ഒരു പ്രത്യേക ടീമിനെ തന്നെ പുതിയ സംവിധാനങ്ങളെക്കുറിച്ച് പഠിക്കാനും ആ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആവശ്യമായ വളണ്ടിയർ വിങ്ങുകൾ ആവശ്യമായ രീതിയിൽ അവിടെ വിന്യസിക്കുകയും ഇപ്പോൾ തന്നെ മെട്രോ റെയിലിൻ്റെ ആ സൗകര്യം അവിടെ അറഫയിൽ എത്തുമ്പോഴുള്ള ഒരു തിരക്ക് വളരെ കൂടുതൽ ഹാജിമാരെ ഒരേ സമയം അവിടെ ട്രെയിനിൽ വന്ന് ഇറങ്ങുകയും കയറുകയും ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു തിക്കും തിരക്ക് അത് ഈ വർഷം പ്രത്യേകം നോട്ട് ചെയ്തൊരു സംഭവമാണ്. അടുത്ത വർഷങ്ങളിൽ അത്തരം സംവിധാനങ്ങളെക്കുറിച്ച് പഠിച്ച് വേണ്ട തീരുമാനങ്ങളും വേണ്ട പിന്നെ സൊല്യൂഷൻസും കണ്ട് മുന്നോട്ട് പോകുമെന്നാണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്. റിയാദ്, ദമാം, കമ്മീസ് തുടങ്ങിയ മക്കയിൽ നിന്ന് വളരെ വിദൂരത്തുള്ള ചില പ്രൊവിൻസിൽ നിന്നുള്ള ഹാജിമാരുടെ അല്ലെങ്കിൽ പ്രവർത്തകരുടെ താല്പര്യം കാരണമായിട്ട് അവരെ ഞങ്ങൾക്ക് ഒഴിവാക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെ ഈ വർഷം അവരെ കൂടി ട്രെയിൻ ചെയ്ത് മൂന്ന് തവണയായുള്ള ട്രെയിനിങ്ങിലൂടെ വളരെ കൃത്യമായ പരിശീലനം നൽകിക്കൊണ്ടാണ് ഞങ്ങൾ ഈ വളണ്ടിയർമാരെ 1130 വളണ്ടിയർമാരെ ഈ വർഷം സജ്ജീകരിച്ചിരിക്കുന്നത്. ഇൻഷാ അല്ലാഹ് വരും വർഷങ്ങളിൽ ഇതിനേക്കാൾ ഉപരിയായ ഒരു വളണ്ടിയർ ടീമിനെ തന്നെ രംഗത്തിറക്കണമെന്നാണ് ഞങ്ങളുടെ തീരുമാനം. അതോടൊപ്പം തന്നെ ഈ 1000 വളണ്ടിയർമാരിൽ നിന്നും വളരെ വ്യക്തമായ രീതിയിലുള്ള നിർദ്ദേശങ്ങൾ ഒരു പ്രത്യേകമായ രീതിയിൽ തന്നെ ഞങ്ങൾ ശേഖരിക്കുകയും ആ ശേഖരിച്ച അടിസ്ഥാനത്തിൽ എന്തെല്ലാം കുറവുകളുണ്ട്, പോരായ്മകളുണ്ട് എന്ന് ശരിക്കും തിരിച്ചറിയുകയും ആ കുറവുകളെക്കുറിച്ച് വ്യക്തമായ തീരുമാനമെടുക്കുകയും ഇൻഷാ അല്ലാഹ് വരും വർഷങ്ങളിൽ അതിനൊക്കെ പരിഹാരം എന്നൊക്കെ കഴിയുമെന്നാണ് ഞങ്ങളുടെ വർഷങ്ങളിൽ സുന്നത്തമാത്തിന്റെ ആളുകളായ നമ്മുടെ പ്രവർത്തകന്മാരെ അയൽ സംസ്ഥാനത്ത് നിന്നുകൂടി ഈ ഒരു സംരംഭത്തിലേക്ക് കൂടുതൽ എടുക്കാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് അതിനെക്കുറിച്ച് ഞങ്ങൾ ചർച്ച ചെയ്ത് കാര്യങ്ങളൊക്കെ പിന്നീട് നിങ്ങളെ അറിയിക്കുന്നു. പിന്നെ ഇപ്രാവശ്യം മലയാളി സന്നദ്ധ സേവകരാണ് ഏറ്റവും കൂടുതൽ മിനാരി സേവനം ചെയ്യുന്നത്. നമുക്ക് അഭിമാനത്തോടു കൂടി പറയാൻ കഴിയുന്നത് ഏറ്റവും കൂടുതൽ പത്രത്താളുകളിലെ വെറും തലക്കെട്ടുകൾ മാത്രമല്ല, വ്യക്തമായി കണക്കുകളുടെ അടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ ഇപ്രാവശ്യം വളണ്ടിയർമാരെ സേവനത്തിന് ഇറക്കിയത് റിസാല സ്റ്റഡി സർക്കിളാണ് എന്ന് ഞങ്ങളുടെ രജിസ്ട്രേഷനും ഞങ്ങളുടെ ക്യാമ്പ് സൈറ്റിലെ ആളുകളുടെ എണ്ണവും നമുക്ക് വ്യക്തമായി പറയുന്നുണ്ട്. ഇപ്രാവശ്യം ഞങ്ങൾ കണ്ടെത്തിയ ഒരു വലിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ വളരെ കൂടുതൽ പിന്നെ ഹാജിമാർ പ്രായം ചെന്നവരും ഭാഷ അറിയാത്തവരും ഒരുപക്ഷെ അവരുടെ കയ്യിൽ ഒരു ഐഡന്റിറ്റി കാർഡും ഇല്ലാത്ത പല ഹാജിമാരും പല ഹോസ്പിറ്റലുകളിലും ഇപ്പോഴും കഴിയുന്നുണ്ട്. ഇത്തരം ഹാജിമാർ ഏതൊക്കെ നാട്ടുകാരാണ്, ഏതൊക്കെ പിന്നെ തരത്തിലുള്ളവരാണ്, പ്രായം ചെന്നവരാണ് എന്നുള്ള കാര്യങ്ങൾ മുഴുവൻ പഠിച്ചറിയാൻ വേണ്ടി മിനായിലെയും അതുപോലെ തന്നെ പരിസര പ്രദേശങ്ങളിലെയും മുഴുവൻ ഹോസ്പിറ്റലുകളെയും അതുപോലെ തന്നെ ക്ലിനിക്കുകളിലും ഞങ്ങളുടെ ഒരു ടീം 5 ടീമായി ഒരു മെഡിക്കൽ ടീം പ്രത്യേകം ഓരോ ഹോസ്പിറ്റലുകൾ പോവുകയും അവരുടെ പൂർണ്ണ ഡീറ്റെയിൽസ് ഒരു പിന്നെ പൂർണ്ണ ഡീറ്റെയിൽസ് എന്ന് പറയുമ്പോൾ ചാർട്ട് രൂപത്തിൽ ഞങ്ങൾ കളക്ട് ചെയ്ത് ഞങ്ങൾ വാങ്ങിയിട്ടുണ്ട്. അതോടൊപ്പം അത് ഇൻഷാ അല്ലാഹ് ഞങ്ങൾ കഴിയുന്ന എല്ലാ അധികാര കേന്ദ്രങ്ങളിലും ഞങ്ങൾ എത്തിക്കും. തീർച്ചയായിട്ടും അതിൻ്റെ ഒരു കോപ്പി ഇന്ത്യൻ ഹജ്ജ് മിഷനിലും ഞങ്ങൾ എത്തിക്കും. അതോടൊപ്പം ഇവരെ കണ്ടെത്തുന്നതിന് ആവശ്യമായ ഏതൊക്കെ ഇവിടുത്തെ സംവിധാനങ്ങളുണ്ടോ അത്തരം കേന്ദ്രങ്ങളിലേക്കൊക്കെ എത്തിക്കുകയും തീർച്ചയായും അത് പിന്നെ നഷ്ടപ്പെട്ട ഹാജിമാരെ കണ്ടെത്തുന്നതിനുള്ള ഒരു വലിയ ഒരു സംരംഭമായിരിക്കും എന്ന് കൂടി ഞങ്ങൾ മനസ്സിലാക്കുകയാണ്. അദ്ഫുന റാഹത്തുൽ ഹുജ്ജാജ് എന്ന് ഞങ്ങൾ ഈ സന്ദേശം നൽകുന്നതോടൊപ്പം തന്നെ ഞങ്ങളുടെ ലക്ഷ്യം പ്രധാനമായും ഈ ഹജ്ജ് സേവനത്തിലൂടെ അള്ളാഹുവിന്റെ പ്രീതി, അള്ളാഹുവിൽ നിന്നുള്ള പ്രതിഫലം, അത് മാത്രമാണ് ഞങ്ങളുടെ പ്രവർത്തകരുടെ താല്പര്യവും അതാണ് അവരുടെ സാഫല്യവും എന്നുകൂടി ഈ സമയത്ത് ഉണർത്തുന്നു. ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ യാത്ര ചെയ്ത് ഇവിടെ എത്തിയ നമ്മുടെ വളണ്ടിയർമാർ ഒരിക്കലും സാമ്പത്തികമായോ മറ്റോ ഒരു ഉദ്ദേശം വെച്ചിട്ടല്ല, തീർച്ചയായിട്ടും അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്നുള്ള സഹായം മാത്രം. അവസാന നാളിൽ മരണസമയത്ത് ഏറ്റവും വലിയൊരു സന്തോഷകരമായൊരു അവസ്ഥയിലെത്താനുള്ള ഒരു മനസാന്നിധ്യം കിട്ടാൻ വേണ്ടിയുള്ള ഒരു കാര്യത്തെ ഉദ്ദേശിച്ചുകൊണ്ടാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. എല്ലാ വളണ്ടിയർമാരോടും
ഞങ്ങൾക്ക് ഇത്തരണത്തിൽ വളരെയധികം ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തി. ഈ സംരംഭവുമായി സഹകരിച്ച ഒരുപാട് ആളുകൾ, സാമ്പത്തികമായിട്ടും ശാരീരികമായിട്ടും ഒക്കെ സഹകരിച്ച ഒരുപാട് പേരുണ്ട്. അതോടൊപ്പം ഈ ഞങ്ങളുടെ ഈ സംരംഭത്തെ പൊതുസമൂഹത്തിൽ എത്തിക്കുന്നതിന് സഹകരിച്ച മീഡിയ പ്രവർത്തകന്മാർ, മറ്റ് എല്ലാവർക്കും ഞങ്ങളുടെ ഭാഗത്തു നിന്നുള്ള നന്ദി ദുആ ആയി ഞങ്ങൾ സമർപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും.